ബിസിനസ് അവറിലെ സ്മാർട്ട് ലേഡി സെഗ്മെന്റിലോട്ട് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഓണത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ളത് സൂര്യ ആൻഡ് ജോസഫ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ജോയാൻസ് കേക്കിന്റെ ഓണറും കൂടിയാണ്. സൂര്യ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ സൂര്യ, യു ആർ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേ ബൈ പ്രൊഫഷൻ. പക്ഷേ കേക്ക്സും ജെൽ മേക്കിങ്ങും ഇന്റീരിയർ അതൊക്കെയാണ് പാഷൻ ആയിട്ടുള്ളത്. അപ്പം കേക്ക്സിലോട്ട് എങ്ങനെയാണ് വന്നത്? കേക്ക്സിലോട്ട് ഞാൻ കല്യാണത്തിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ തന്നെ കയറുന്നത് തന്നെ. അപ്പം എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാനൊരു കേക്ക് ബേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം അത് അന്നേരം എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ബേക്കിങ്ങിനെ പറ്റിയിട്ട്. അപ്പം ഞാൻ എവിടുന്ന് ഒരു റെസിപ്പി ഒപ്പിച്ചു, എന്നിട്ട് അത് ട്രൈ ചെയ്തു. അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ അത് നന്നായിട്ട് വന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. എല്ലാം പഠിച്ചത് ഞാൻ ഇന്റർനെറ്റിൽ കൂടിയാണ്. ഞാൻ ഒത്തിരി ബ്ലോഗ്സ് ഒക്കെ റീഡ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഹസ്ബൻഡ് തന്നെയായിരുന്നു അതിനൊരു സപ്പോർട്ട്. അതെ, പുള്ളി ഭയങ്കര സപ്പോർട്ടാണ്. ഹസ്ബൻഡ് ടിജോ നന്നായിട്ട് എൻകറേജ് ചെയ്യും. എല്ലാത്തിനും അഡ്ജസ്റ്റ്മെന്റ്സും എല്ലാത്തിനും നന്നായിട്ട്. അതൊരു വലിയ അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ ഈ കാൻഡിൽ മേക്കിങ്ങോ? കാൻഡിൽ മേക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നോളജ് കിട്ടുന്നത് ഞാൻ നെറ്റിൽ കൂടി വായിച്ചിട്ടും യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിട്ടുമാണ്. അപ്പം അങ്ങനെ ഞാൻ വായിക്കാനിടയായി ജെൽ ക്യാൻഡിൽസിനെ പറ്റി. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും അത് എനിക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെക്കറാണ്, ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം അതിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കും ഒത്തിരി സ്കോപ്പ് ഉണ്ട്. അതെ, ഡിസൈനർ ക്യാൻഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കൊരു അക്വേറിയം വരെ ഒരു ബൗളിൻ്റെ അകത്ത് സെറ്റപ്പ് ചെയ്യാം ക്യാൻഡിൽ ആയിട്ട്. ഗിഫ്റ്റ് മാർക്കറ്റിൽ വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള ക്രിസ്മസ് ടൈമിൽ ഭയങ്കര സ്കോപ്പുള്ള സാധനം. അതുമല്ലാതെ മറ്റുള്ളവർക്ക് നമുക്ക് പ്രസന്റ് ചെയ്യാനും നല്ലൊരു ഗിഫ്റ്റാണ്. നമ്മുടെ വീട്ടിൽ നല്ലൊരു ഡെക്കറായിട്ടും ഒക്കെ ഇത് നല്ലൊരു സാധനം ഐറ്റമാണ്. അതെ, ക്രാഫ്റ്റ്സിലോട്ട് പണ്ടേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു? പണ്ടേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പണ്ട് സ്റ്റഡീസിൽ ബിസി ആയതുകൊണ്ട് അധികം ചെയ്തില്ല. പിന്നെ കല്യാണം കഴിഞ്ഞപ്പം കുറച്ച് സ്പെയർ ടൈം കിട്ടി, അന്നേരം ഇങ്ങനെ ചെയ്തു. എന്നാലും ഇത് വളരെ ഒരു റെയർ കോമ്പിനേഷൻ ആണ്. കാരണം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ TCSൽ വർക്ക് ചെയ്യുന്നു, പക്ഷേ കേക്ക്സും ഇന്റീരിയർ ഡിസൈനിങ് ഇന്റീരിയർ അതുകൊണ്ട് അല്ലേ? ഞങ്ങളുടെ വീട് ഇപ്പൊ റീസെന്റ് പുതിയൊരു വീട് വെച്ചു. ജോയാൻസ് വില്ല എന്നാണ് അതിന്റെ പേരിട്ടിരിക്കുന്നത്. അപ്പം അതിന് ഞങ്ങൾ ഇന്റീരിയർ ഔട്ട്സോഴ്സ് ചെയ്തിട്ടില്ല. അതിൽ സ്വന്തം വീടായതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് പരീക്ഷിക്കാമല്ലോ. അതെ, അപ്പം അങ്ങനെ അത് ചെയ്തു. അപ്പം ഹൗസ് വാമിംഗ് ഇതിലും വന്ന വേറെ സ്പെസിഫിക് കോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല. അറ്റൻഡ് ചെയ്തില്ല. അപ്പൊ ഇത് ശരിക്കും ഒരു ഇൻബോൺ ടാലന്റ് ആണെന്ന് തന്നെ പറയാം. ഒരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോ കേക്ക്സിന്റെ ഓർഡേഴ്സ് ഒക്കെ എടുക്കാറുണ്ടോ? വെഡിങ് കേക്ക്സ് ഉണ്ട്. വെഡിങ് കേക്ക്സ് ഞാനിപ്പോ വർക്കിംഗ് ആണല്ലോ. അപ്പം എന്റെ ടീമിലെ ഇവന്റ്സ് വരും. അപ്പം അവരെനിക്ക് ആ ഓർഡേഴ്സ് എടുക്കും. പിന്നെ ടീമിലെ ആരുടെയെങ്കിലും ബർത്ത്ഡേക്കുള്ള ഓർഡേഴ്സ് എടുക്കും. പിന്നെ ഫ്രണ്ട്സിന്റെ ഇവന്റ്സിന് തരും. പിന്നെ അതുമല്ലാതെ നമ്മൾ ഇതൊരു തീം ബേസ്ഡ് ആണല്ലോ ചെയ്യുന്നത്, ബർത്ത്ഡേ പാർട്ടി. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കാർട്ടൂൺ തീം, പിന്നെ സ്പോർട്സ് കാർ, പിന്നെ അങ്ങനെ ബെൻറ്റൻ, അങ്ങനെ ഒരുപാട് പിന്നെ മെസ്സിയുടെ ഫുട്ബോൾ, അങ്ങനെയൊക്കെ ചെയ്യൂ. അപ്പൊ ഇതിന് ധാരാളം ടൈം വേണ്ട ഓരോന്ന് കാരിക്കേച്ചേഴ്സും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ, രൂപങ്ങൾ ഉണ്ടാക്കാൻ. അത് ഞാൻ വർക്കിംഗ് ആണെങ്കിലും പിന്നെ എടുക്കും. അത് ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം അതെ ഇപ്പൊ ഫിഗേഴ്സ് ഡിസൈനർ കേക്ക്സിൽ വേണ്ട ഫോണ്ടൻ ഫിഗേഴ്സ് വേണം. അപ്പോൾ ഫിഗേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ എൻ്റെ ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഓരോ ദിവസമായിട്ട്, അറ്റ സ്ട്രെച്ച് അല്ല, എനിക്ക് ചെയ്യാൻ സമയമില്ല, പക്ഷെ ഓരോ ദിവസമായിട്ട് ഞാനത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഈവൻ വെഡിങ് കേക്ക്സ് ആകുമ്പോൾ തന്നെ ബ്രൈഡിന്റെയും ബ്രൈഡ് ഗ്രൂമിന്റെയും രൂപങ്ങൾ കേക്കിന്റെ പുറത്ത് അല്ലേ? പിന്നെ അവരും അല്ലെ എല്ലാവരും ഇപ്പൊ വളരെയധികം തീം കോൺഷ്യസും ഡിസൈനർ കേക്ക്സിന്റെ പിന്നാലെയാണ്. അങ്ങനെ ഒരു കാലഘട്ടമാണ് അല്ലെ? ഡിസൈനർ അങ്ങനെ ഒരു ശരിക്കും നല്ലോണം മാർക്കറ്റ് ഉള്ള ഒരു സമയത്താണ് അല്ലേ? അങ്ങനെ ഒരുപാട് പേരും ഉണ്ട് ഇപ്പൊ ഈ ഫീൽഡില് അല്ലേ? അപ്പൊ നമ്മള് ശരിക്കും നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ എൻ്റെ ഇപ്പോൾ ഉള്ള ചലഞ്ച് എനിക്ക് ഫുൾ ടൈം ഇതിൽ കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ വർക്കിംഗ് ആണ്, പക്ഷെ എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിൽ ഇതുണ്ട്, ഒരു ഫുൾ ടൈം ബേക്കർ ആവാനായിട്ട്, കേക്ക് ബൊട്ടീക്ക് തുടങ്ങാനായിട്ട് എനിക്ക് പ്ലാൻ ഉണ്ട്. ഇപ്പം ആസ് ഓഫ് നൗ ഞാൻ വർക്ക് ചെയ്യാം. നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത്. അതെ, സോഫാർ നല്ലൊരു ഫീഡ്ബാക്ക് ആണ്. റിലേറ്റീവ്സ് ഒത്തിരി സപ്പോർട്ടാണ്. ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും നന്നായിട്ട് സപ്പോർട്ടാണ്. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് അപ്പം ശരിക്കും ഈ ജോലിയും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലോട്ടുള്ള ടൈം
ഇപ്പം ടൈം എടുത്തിരിക്കുന്നത്. അതെ അതെ, സാറ്റർഡേ സൺഡേ. പിന്നെ ഇപ്പം അത്യാവശ്യമായിട്ട് ഒരു ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഫ്ലെക്സിബിൾ അവേഴ്സ് ആണ് വർക്ക്. അപ്പം നേരത്തെ പോയി ചെയ്തിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങും. ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് താല്പര്യമുണ്ടോ? പിന്നെ ഞാൻ എൻ്റെ ഓഫീസിൽ ഞാൻ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. ബേസിക് ബേക്കിങ്ങിനെ പറ്റി ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. അവരെന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് സ്ത്രീകളെയും ശരിക്കും നമുക്ക് പഠിപ്പിക്കാവുന്ന, കാരണം അവർക്കും ഒരു വരുമാന മാർഗം. അതെ അതെ, നല്ല പോക്കറ്റ് മണി കിട്ടുന്ന ഒരു കാര്യമാണ് ഈ കേക്ക്സും ക്യാൻഡിൽസും. ക്രിസ്മസ് ടൈമിൽ ഒത്തിരി നല്ല മാർക്കറ്റ് ഉള്ളതാണ്. അപ്പം ശരിക്കും നമുക്ക് സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ ഇതിൽ എംപവർ ചെയ്യാം അല്ലെ? അവർക്ക് ട്രെയിനിങ് സെഷൻ ഒക്കെ കൊടുത്തിട്ട് അവർക്ക് ഇൻകമുമായി. അപ്പൊ അങ്ങനെ ശരിക്കും ക്ലാസ്സസ് എടുക്കാൻ താല്പര്യമുണ്ട്. പിന്നെ താല്പര്യമുണ്ട്. സോഷ്യൽ വർക്ക് എനിക്ക് ഒത്തിരി താല്പര്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്കിപ്പം ചാൻസ് കിട്ടുന്ന വെച്ചാൽ എനിക്ക് നെറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു അവസരം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഇതൊന്നും അറിയില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, അവർക്ക് നമ്മൾ തന്നെ വേണ്ട പറഞ്ഞു കൊടുക്കാനായിട്ട്. അതിൽ നല്ലൊരു കാര്യമാണ്. ഞാനതിൽ ഇൻട്രസ്റ്റഡ് ആണ്, പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് പോളിടെക്നിക് ലെക്ചററാണ്. തൊടുപുഴ പോളിടെക്നിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. പേരൻസ് എൻ്റെ വീട് തൊടുപുഴയാണ്. എൻ്റെ സിസ്റ്റേഴ്സ്, എനിക്ക് 3 സിസ്റ്റേഴ്സ് ഒരു ബ്രദറും ഉണ്ട്. അവരെല്ലാം US സെറ്റിൽഡ് ആണ്. അപ്പം അവര് ശരിക്കും എനിക്ക് ഇതിന് ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. കാരണം നമ്മൾ സജഷൻസ് കൂടാതെ US ഒത്തിരി ഇതിന്റെ മെറ്റീരിയൽസ്, അതെ മോൾഡ്സ്, കിട്ടാത്ത സാധനങ്ങൾ, അതെ അതും കിട്ടും. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും, കേക്ക് ടോപ്പേഴ്സ്, മോൾഡ്, അതൊക്കെ അവര് എനിക്ക് അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും ശരിക്കും നല്ല സപ്പോർട്ടാണ്. അതെന്തായാലും വളരെ നന്നായി. ഇപ്പൊ ഓണത്തിലോട്ട് നമ്മൾ കിടക്കുമ്പോൾ, ഇപ്പൊ ഓണത്തിന്റെ ഒരു ടൈമാണല്ലോ, ഇപ്പൊ നമ്മൾ മലയാളികളെല്ലാം ഒരുമിച്ച് ഓണം ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പില്ല. അപ്പം സൂര്യയുടെ ഓണം എങ്ങനെയായിരുന്നു? അല്ല, ഓണത്തിന്റെ ആ മെമ്മറീസ് എങ്ങനെയാണ്? തൊടുപുഴയിലെ ഓണം എല്ലാം, ഞങ്ങൾ 4 പിള്ളേരാണ്. അപ്പം ഓണ സമയത്ത് അവധി ആയതാണ് എല്ലാരും ഒന്നിച്ചു കൂടും. ഞാനാണ് ഏറ്റവും ഇളയത്. കൂടുതലും പൈനാപ്പിൾ കൃഷിയിലെ തൊടുപുഴ അങ്ങനെ ഒരു ഏരിയ. അതെ 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 അതെ. പിന്നെ ഞങ്ങള് അത്തപ്പൂ ഇടും. പക്ഷെ ഞാൻ മാത്രമാണ് അത്തപ്പൂ ഇടാറ്, ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ അത്ര ഇല്ല. അവരെല്ലാവരും കിച്ചണിൽ, ഞാൻ ഏറ്റവും ഇളയതാണ്, അപ്പൊ അവരെല്ലാരും കിച്ചണിൽ ബിസി ആയിരിക്കും. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ കിച്ചണിൽ. ഞാനൊന്ന് ചെറുതായതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്തപ്പൂ സെക്ഷൻ ഹാൻഡിൽ ചെയ്യും. ബാക്കി ചേച്ചിമാരും ചേട്ടനൊക്കെ. ഇവിടെ എറണാകുളം വന്നതിന് ശേഷം, കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഓണം മിക്കവാറും ഞങ്ങൾ ഒന്നെങ്കിൽ തൊടുപുഴ അല്ലെങ്കിൽ കോട്ടയത്ത് ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കും. അതെ അതെ. അപ്പം കോട്ടയത്താണെങ്കിൽ തന്നെ ഞങ്ങൾ അത്തപ്പൂക്കളം ഇടും. എന്നിട്ട് എല്ലാവരും കൂടെയാണ് ഞങ്ങൾ കിച്ചണിൽ കയറി സദ്യ. ഞങ്ങൾ ഒരിക്കലും പാഴ്സൽ മേടിക്കാറില്ല, റെഡിമെയ്ഡ് അങ്ങനെ ഇല്ല, മേടിക്കാറില്ല. കാരണം അങ്ങനെ ചെയ്തിട്ട് വലിയ ഫീൽ ഇല്ല. നമ്മളെല്ലാവരും എനിക്ക് പാചകത്തിൽ താല്പര്യമുള്ളവരാണ്. എന്റെ അമ്മ നന്നായിട്ട് പാചകം ചെയ്യും. അതാണ് അമ്മയുടെ ഒരു കഴിവ് ചിലപ്പോൾ ഒരു പക്ഷേ കേക്ക്സിലും കിട്ടിയിട്ടുണ്ടാവണം. അമ്മ നന്നായിട്ട് വെറൈറ്റി സാധനങ്ങൾ ട്രൈ ചെയ്യും. ഇപ്പോഴും ഈ ടിവിയിലെ കുക്കറി ഷോസ് ഒക്കെ കണ്ടിട്ട് അതെല്ലാം ട്രൈ ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഓണസദ്യ തയ്യാറാക്കുന്നത്. അപ്പൊ അതിൽ പായസവും ഒക്കെ ഉണ്ടാക്കും. പിന്നെ പായസം ഒക്കെ ഉണ്ടാക്കും, കാളൻ, എല്ലാ കറികളും വിഭവസമൃദ്ധമായ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കും.
ഫാമിലി മെമ്പേഴ്സ് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് അല്ലെ സദ്യ കഴിക്കുക, പിന്നെ അത് നമ്മൾ തന്നെത്താൻ അത് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അതിന് അതിൻ്റെതായ സ്വാദും അതിലൊരു സ്നേഹത്തിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ഉണ്ട്. ആ ഒരു ഇൻഗ്രീഡിയന്റ് മറ്റേ റെഡിമെയ്ഡിലൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു സ്നേഹത്തിന്റെ നമ്മുടെ തന്നെ എഫേർട്ട്, പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും കൂടെ തന്നെയാണല്ലോ അത്. ഒരു ഫണ്ണും ആണ്, നല്ല എൻജോയബിൾ ആണ്. അപ്പൊ കുക്കറി കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? അതെ അതെ, ഞാൻ ഞങ്ങളുടെ ഓഫീസിൽ TCSലല്ല, ഇതിന് മുന്നേ ഞാൻ UST ഗ്ലോബൽ എന്നൊരു കമ്പനിയിലായിരുന്നു. അപ്പം അവിടെ ഒരുപാട് എംപ്ലോയി എൻഗേജ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിൻ ഹൈലൈറ്റ് ഈ കുക്കറി കോമ്പറ്റീഷൻസ് ആണ്. അപ്പം അതിൽ ഞാൻ ഒത്തിരി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വിന്നർ ആയിരുന്നു. 2015 മാസ്റ്റർ ഷെഫ് ടൈറ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, മാസ്റ്റർ ഷെഫ് ടൈറ്റിൽ. അത് കിട്ടിയത് ഡിഷ് സിസ്ലിംഗ് ചോക്ലേറ്റ് ബ്രൗൺ. കഴിഞ്ഞ വർഷം. ഇപ്പൊ ഞാൻ TCSലാണ്. അത് എന്ത് ഇതിലാണ് കിട്ടിയത്? ഏത് ഡിഷിന്? സിസ്ലിംഗ് ചോക്ലേറ്റ് ബ്രൗൺ. സിസ്ലിംഗ് ചോക്ലേറ്റ് ബ്രൗണി. യെസ്. ശരി. അത് ജഡ്ജ് ചെയ്തത് ക്രൗൺ പ്ലാസയിലെ ഷെഫാണ്. തന്നെ ഇതാണോ അതിന്റെ ഇൻഗ്രീഡിയൻസ്, അതിന്റെ ഐഡിയ? അത് റെസിപ്പി റൂൾസ് ഉണ്ടായിരുന്നു അതിന്. എത്രയോ ഞാൻ മറന്നുപോയി കറക്റ്റ് ആയിട്ട്. എത്രയോ 3 ഇൻഗ്രീഡിയന്റ്. അതെ അതെ അതെ. ഞാൻ ബേസ് എടുക്കും, എന്നിട്ട് ഞാൻ എന്റെ സിഗ്നേച്ചർ പുട്ട് ചെയ്യും. അങ്ങനെയാണ് റെസിപ്പീസ് മോൾഡ് ചെയ്യും. ശരി. അപ്പൊ ഇതിന്റെയൊക്കെ ഓർഡർ എടുക്കുന്നുണ്ട്? ഈ ബ്രൗണിയുടെ ഓർഡർ എടുക്കുന്നില്ല, കേക്ക്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഗസ്റ്റ് വീട്ടിൽ വന്ന് ഗസ്റ്റിനൊക്കെ ഉണ്ടാക്കി. ഓഫീസിലെ ഓണം എങ്ങനെയാ സൂര്യയുടെ ഓഫീസിലെ? എറണാകുളത്തെ ഓണം എന്ന് പറയുന്നത് ഓഫീസിലെ ഓണമാണ് മെയിൻ ആയിട്ടും. അപ്പം ഓഫീസിൽ ഇങ്ങനെ പല ദിവസം 5 days ഒരു ഷെഡ്യൂൾ ചെയ്യും. ഒരു ദിവസം ഓണപ്പാട്ട് കോമ്പറ്റീഷൻ, പായസം മേക്കിംഗ് കോമ്പറ്റീഷൻ, വടംവലി, പിന്നെ ഫൈനൽ ഡേയിൽ തിരുവാതിരകളി ഉണ്ടാവും. തിരുവാതിരകളൊക്കെ ചേർന്നിട്ടുണ്ട്. ഏത് പായസം ഉണ്ടാക്കിയത്? ഞാൻ ചക്കപ്പായസം ഉണ്ടാക്കി. ചക്കപ്പായസം. ശരി. ഇപ്പൊ പലതരം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പായസങ്ങൾ, പിന്നെ ചക്കപ്പായസം നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. അത് ശരി. അപ്പൊ ചക്കപ്പായസം ശർക്കരയൊക്കെ ഇട്ടിട്ട് ചക്ക മിക്സിയിൽ അടിച്ച് ശർക്കര ഉരുക്കി അതിൽ മിക്സ് ചെയ്ത്, പിന്നെ യൂഷ്വൽ നമ്മുടെ തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേർത്ത്. ഓ അത് ശരി. പിന്നെ വടംവലിക്കൊക്കെ പങ്കെടുക്കും? വടംവലിക്കൊന്നും പങ്കെടുക്കത്തില്ല, അതിനുള്ള സ്റ്റാമിന ഇല്ല. തിരുവാതിരക്കളി ഉണ്ട്. തിരുവാതിരക്കളി നിങ്ങൾ ഓഫീസ് സ്റ്റാഫ് എല്ലാവരും കൂടെ ചേർന്ന്? അതെ, ഓഫീസ് സ്റ്റാഫ്. ചിലപ്പോൾ അത് കോമ്പറ്റീഷൻ ആയിരിക്കും, ചിലപ്പോൾ കോമ്പറ്റീഷൻ അല്ലാതെയും വരും. ഓണസദ്യ എങ്ങനെയാണ് നിങ്ങൾ ഓഫീസിൽ? ഓണസദ്യ നമ്മള് കഫറ്റേരിയ, ഓഫീസിൽ കഫറ്റേരിയസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ടീം വൈസ് ആയിട്ട്, സോഫ്റ്റ്വെയർ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രോജക്ട്സ് ആണ്. ഒരു പ്രോജക്ട്സിനുള്ള ടീംസ് ഉണ്ടാവില്ല. അപ്പം ഒരു ടീമായിട്ട് നമ്മുടെ ടീം ഒരുമിച്ചിരുന്ന് പോയി ഒരുമിച്ചിരുന്ന് കഴിക്കും. പിന്നെ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കും. എല്ലാവരും കേരളായിരിക്കും. അതെ അതെ. അന്ന് മാത്രം നമുക്ക് ഫോർമൽസ് ഇല്ല. ഓണം ഫെസ്റ്റീവ് ടൈം, ഒരു ഫെസ്റ്റീവ് ഡേ ആയിട്ട് അവർ പറയും. ശരി. അപ്പോൾ ശരിക്കും വളരെ നല്ലൊരു ഓണത്തിന്റെ അനുഭവങ്ങളാണ് ഇപ്പോൾ വരുന്നത് അല്ലേ? അപ്പം ഈ പണ്ട് കാലത്തെ, ഇപ്പോൾ കുട്ടിക്കാലത്തെ സൂര്യയുടെ കുട്ടിക്കാലത്തെ ഓണവും ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഓണവും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയതായിരുന്നു. അപ്പം ഞാനവിടെ കളിച്ച് നടക്കുകയൊക്കെയാണ്, ബാക്കിയെല്ലാവരും ചെയ്യും. പക്ഷെ ഇപ്പം ഞാനും കൂടെ എഫോർട്ട് ഇട്ട് എല്ലാം ഒരുക്കി, സദ്യ ഒരുക്കി, പൂക്കളം ഇട്ട്, അങ്ങനെയാണ് പായസം ഉണ്ടാക്കി. പണ്ടുകാലത്തെ ഓണത്തിന് അതിൻ്റെതായ മനോഹാരിതയുണ്ട്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. പണ്ട് കസിൻസ് ഒക്കെ വീട്ടിൽ വരുമായിരുന്നു ഓണം സെലിബ്രേറ്റ്. റെഡിമെയ്ഡ് അല്ലേ? അതെ അതെ. ഇന്നത്തെ കാലത്ത് ആർക്കും ഒന്നിനും സമയമില്ല. സമയമില്ലാത്ത ബന്ധങ്ങൾക്കും എല്ലാവരും അവരവരുടെ ഗാഡ്ജറ്റ്സിലും ഒരു ടെക്നോളജി വേൾഡിൽ മുഴുകിയിരിക്കുകയാണ് അല്ലേ? അല്ലെ, ഇതുപോലെ നമ്മൾ മുഖത്തോട് മുഖം തന്നെ സംസാരിക്കുന്നത് വളരെ പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു മനോഹാരിതയുണ്ട്, അതിൻ്റെതായ ഒരു ബ്യൂട്ടിയും ഉണ്ട് അല്ലെ? നമ്മൾ ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ, ഒരുപാട് അതിന്റെ റേഡിയേഷൻസ് ഉണ്ട്, ക്യാൻസറും അല്ലെ, പല തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ഭാരപ്പെടുകയാണ് നമ്മുടെ സൊസൈറ്റി. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ശരിക്കും ഒരു ഇൻട്രോസ്പെക്ഷന്റെയും കൂടി ഒരു സമയമാണ് അല്ലെ? നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ബ്രേക്ക് ഇട്ട് നമ്മൾ പലതും നമ്മൾ നേച്ചറിനോടും പ്രകൃതിയോടും ഒക്കെ മടങ്ങി ചേർന്ന് അല്ലെ, അങ്ങനെയൊക്കെ നമ്മളൊന്ന് ഒരു ബ്രേക്ക് ഒക്കെ ചെയ്യേണ്ട ഒരു സമയമാണ്. നമ്മൾ വാല്യൂസിനും ബന്ധങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുത്ത് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫെസ്റ്റിവൽ ടൈംസ്, ഓണം പോലെയുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിന് യൂണിറ്റിക്കും നല്ലൊരു നമ്മൾ ഒരുമയോട് കൂടി ഇരിക്കാനും എല്ലാത്തിനും നല്ലൊരു മെസ്സേജ് ആണ് ശരിക്കും തരുന്നത്. കാരണം ഫെസ്റ്റിവൽ വരുമ്പോഴെങ്കിലും നമ്മൾ ഫാമിലിയോട് കൂടി ചേരാനായിട്ട് നമ്മളൊരു എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ തുടർന്ന് ഉള്ള ബാക്കി മാസങ്ങളിലും ഓണം അല്ലാതെ ഉള്ള മനസ്സിലും ത്രൂ ഔട്ട് ദ ഇയറും കൂടെ നമ്മൾ എങ്കിലേ നമുക്ക് എല്ലാം കൊണ്ടും ഒരു ഹെൽത്തി ആവുള്ളൂ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അല്ലേ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് കിട്ടത്തുള്ളൂ.
എന്നാലും എനിക്ക് തോന്നുന്നു ഈ കേക്സിന്റെ ശരിക്കും നല്ലൊരു ഫ്യൂച്ചർ തന്നെയാണ് സൂര്യക്കുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു ഡിമാൻഡ് ഉണ്ട് ഇപ്പൊ കേക്സിന്. അപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, അതിനൊരു കോമ്പറ്റീഷനും ഉണ്ട്. പക്ഷെ നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ നമ്മുടെ തന്നെ ഒരു സിഗ്നേച്ചറിൽ ഉണ്ടാക്കി നമ്മുടെ തന്നെ ഒരു സിഗ്നേച്ചർ, പിന്നെ റെസിപ്പീസിലും നമ്മൾ നമ്മുടെ തന്നെ ഒരു ഇത് യുണീക്ക് റെസിപ്പി. കാരണം ആയിട്ട് വളരെയധികം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് ഈ ഫീൽഡിൽ ഓൾറെഡി ഉണ്ട്. എന്നാലും നല്ല ക്വാളിറ്റി വർക്കിന് എപ്പോഴും അതിൻ്റെതായ അപ്രിസിയേഷൻ ഉണ്ട്. പിന്നെ അത്രയും നല്ല ഇൻഗ്രീഡിയൻസും നമ്മൾ അത്രയ്ക്കും നല്ല കെയറും നമ്മുടെ ഒരു ടച്ചും നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റും എല്ലാം കൊണ്ടും ക്രിയേറ്റിവിറ്റി, ഓരോ ആൾക്കാർക്ക് ഓരോ ക്രിയേറ്റിവിറ്റി അല്ലേ. ആരുടെ ക്രിയേറ്റിവിറ്റിയാണ് ഒരാൾക്ക് ഇഷ്ടപ്പെടാന്ന് പറയാൻ പറ്റില്ല. ക്ലാസ്സസിനോ അങ്ങനെ വല്ല കോഴ്സസിനോ പോകാനായിട്ട് താല്പര്യമുണ്ടോ? കോഴ്സസിന് ഞാൻ പറഞ്ഞല്ലോ, ഫ്യൂച്ചറിൽ എനിക്ക് പ്ലാൻ ഉണ്ട് ഷോപ്പ്. അതിന് മുന്നേ ആയിട്ട് ഒരു കുറച്ച് അഡ്വാൻസ് ലെവലിൽ ഒരു കോഴ്സ് എടുക്കണം എന്ന് താല്പര്യമുണ്ട്. കോഴ്സിന് പോകാനായിട്ട് ഇതിന്റെ ബേക്കിംഗ് അല്ല, ഡിസൈനർ ഐസിംഗ്, ഫോണ്ടന്റ് ഐസിംഗ് അതും ചെയ്യുന്നുണ്ട് ഇപ്പം. കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലായിട്ട് അതിൽ താല്പര്യമുണ്ട്. അതപ്പോ ഇവിടെ തന്നെ എവിടെയെങ്കിലും ചെയ്യാനാണ്? ഇവിടെ എറണാകുളത്ത് അവൈലബിൾ ആണ്, എറണാകുളത്ത് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇനി ഭാവിയിൽ അങ്ങനെ ഒരു ബുക്കൊക്കെ എഴുതാനിടയാവട്ടെ എന്നാണ് ഞാൻ റെസിപ്പീസിന്റെ കേക്സിനെ കുറിച്ചും ഒക്കെ. അതുപോലെ തന്നെ ക്രാഫ്റ്റ്സിലും നല്ലൊരു സ്കോപ്പ് തന്നെയാണ് ഉള്ളത്. വെറൈറ്റി കാൻഡിൽസ് നമുക്ക് ഉണ്ടാക്കാം അല്ലെ? വെറൈറ്റി അത് തന്നെ നമുക്ക് ഗിഫ്റ്റിംഗിൽ ശരിക്കും നല്ലൊരു മാർക്കറ്റാണ്. അത് പെർഫ്യൂംഡ് കാൻഡിൽസും അല്ലാതെ ഉണ്ടാക്കാം. പെർഫ്യൂംഡ് ആകുമ്പോൾ ചിലർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പെർഫ്യൂംഡ് കാൻഡിൽസ് കത്തിച്ച്. നമ്മളൊരു റൂം ഫ്രഷ്നർക്ക് തുല്യമാണ് അത്. അതെ, പിന്നെ സോയ് കാൻഡിൽസ് അങ്ങനെ പറഞ്ഞിട്ട് സോയ് കാൻഡിൽസ് ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ ജെൽ കാൻഡിൽസ് ആണ് ചെയ്യുന്നത്. അല്ല, പല രീതിയിലും ഇപ്പൊ മാർക്കറ്റില് പലതരം. എന്തിനും ചോയ്സ് ആണല്ലോ. നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് എടുത്താലും അതിന്റെ തന്നെ ഡിഫറെന്റ് നമ്മൾ റീഡ് ചെയ്യണേ. ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മളത് കറക്റ്റ് കണ്ടുപിടിച്ച് എന്തും ഒന്ന് ഗൂഗിൾ ചെയ്ത ഇപ്പൊ എല്ലാത്തിനും വലിയൊരു ലിസ്റ്റാണ് ഇതിന്റെ ഓപ്ഷൻസിൽ വരുന്നത്. ശരിക്കും കാൻഡിൽസിലാണെങ്കിലും ഗൂഗിളിന്റെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്ലസ് പോയിന്റ് ഇതാണ്. മൈനസ് പോയിന്റ് മുഖത്തോട് മുഖത്ത് സംസാരിക്കാൻ സമയമില്ല എന്നുള്ളതാണ്. അതെ, ഫേസ് ടു ഫേസ്. പക്ഷെ അത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫിനും അത് ശരിക്കും വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് വുമൻ ഓൺട്രപ്രണേഴ്സ്, ഇപ്പോൾ ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇപ്പം ഹൗസ് വൈഫ്സ് അല്ലാതെ തന്നെ അവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും, ഇപ്പോൾ ഓൺട്രപ്രണേഴ്സ് ആയിട്ട് വരാനും കരിയർ റോൾ എടുക്കാനും ഒക്കെ. അപ്പോൾ അവരോട് എന്താണ് സൂര്യക്ക് പറയാനുള്ള ഒരു സന്ദേശം ആസ് എ സക്സസ്ഫുൾ വുമൻ? എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എങ്ങനെയാണെങ്കിലും ടൈം കണ്ടെത്തും അതിന് ആ ഒരു കാര്യം ചെയ്യാനായിട്ട്. അപ്പം ഇൻട്രസ്റ്റും പിന്നെ നോളജ് കിട്ടാനായിട്ട് ഒരുപാട് സൈറ്റ്സുകൾ, യൂട്യൂബ് ട്യൂട്ടോറിയൽസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പം അതെല്ലാം നന്നായിട്ട് വായിച്ച് നമുക്ക് പറ്റുന്ന എന്ത് കാര്യമാണോ അത് നന്നായിട്ട് സെലക്ട് ചെയ്ത് അതിനുള്ള ടൈം കണ്ടെത്തണം. നമുക്ക് ബേസിക് ആദ്യം വേണം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് നേടിയിരിക്കും. ഇൻട്രസ്റ്റും പിന്നെ അതിനുള്ള ഡിറ്റർമിനേഷനും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ. എനിക്കൊന്ന് സ്ത്രീകൾ കൂടുതലും ഒരു ഡിറ്റർമിനേഷൻ അല്ലേ. ചിലർക്ക് ഇപ്പൊ ഈ കോൺഫിഡൻസ് ഇല്ലായ്മയും പിന്നെ അവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളൊരു മനസ്സ്. പിന്നെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുകയും വേണം. കംഫർട്ട് സോൺ സ്ത്രീകൾ കൂടുതലും ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്ങും വേണം. പിന്നെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ ഉയരുകയും വേണം. നമ്മളിപ്പോ ഇത്രയും മതി, കുറച്ചൊക്കെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി അങ്ങനെയൊക്കെ നമുക്ക് അല്ലെ ഫ്യൂച്ചറും ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമ്മൾ ന്യൂ ഏരിയാസും അല്ലെ ന്യൂ ഏരിയാസ് ഒക്കെ കോൺകർ ചെയ്യണമെങ്കിൽ അല്ലെ നമുക്ക് അപ്പൊ തീർച്ചയായിട്ടും സ്ത്രീകൾ മുന്നോട്ട് കടന്നു വരണം എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകൾ ഇന്നത്തെ ലോകത്തുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അത് കണ്ടെത്തി അത് കണ്ടെത്തണം, കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടെത്തി അതിനുള്ള സമയം കണ്ടുപിടിക്കണം.
പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ സ്ത്രീകൾ ഇപ്പോൾ 24 hours ഉള്ളത് തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം ഫാമിലിക്ക് വേണ്ടി ഇത്രയും സമയം ടൈം മാനേജ്മെന്റ് ഒരു ടൈം മാനേജ്മെന്റിലും സ്ത്രീകൾ ശരിക്കും ഒരു നല്ലോണം പ്രാഗൽഭ്യം ചെയ്യണം. കാരണം അവര് അത്രയും ഒരു ഒരുപാട് ഒത്തിരി റോൾസ് വൈഫാണ്, മദറാണ്, പിന്നെ ഒരു ബിസിനസ് വുമൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പ്രയോറിറ്റൈസ് ചെയ്ത് ടൈം മാനേജ്മെന്റിന് കുറച്ച് പ്രാധാന്യം കൊടുത്താലേ ഇതെല്ലാം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് വർക്ക് പെൻഡിങ് ആവും. കിച്ചണിലുണ്ടാവും, പിന്നെ സ്റ്റഡീസ്, ഇവരുടെ മക്കളുടെ ഹോംവർക്ക്, പിന്നെ പല ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ആ 24 hours എങ്ങനെ മാക്സിമം ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് കൂടി അല്ലേ ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലേ. ഇപ്പം സൂര്യക്കും അറിയാലോ, ഓഫീസ് ജോലിയും ചെയ്ത് അല്ലേ, അപ്പൊ അത് എങ്ങനെയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോബീസിനും നമ്മുടെ ഹെൽത്തിനും കൂടെ പ്രാധാന്യം കൊടുക്കണല്ലോ. എക്സസൈസും അല്ലേ, ഒരു ഫുഡിന്റെ ഫുഡ് കൺട്രോളിലും അല്ലേ, ഹെൽത്തി ഫുഡ് കഴിക്കുന്നതിലും. അപ്പോൾ എല്ലാ മേഖലയിലും അത് നമ്മളത് കാണിക്കണം അല്ലേ, നമ്മുടെ കഴിവുകൾ. പിന്നെ ഇന്റീരിയർ, അപ്പം വീടിന്റെ അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാ ഇന്റീരിയർ ഡിസൈൻ? അതെ, ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ സ്വന്തം വീടായതുകൊണ്ട് ഞാൻ ചാലഞ്ച് ഏറ്റെടുത്തു. ഞങ്ങൾ കൊടുത്തില്ല പുറത്ത് ഇന്റീരിയറിന്. അപ്പോൾ ഞാൻ ഈ ചെയ്തിരിക്കുന്നത് ബേസിക്കലി കളർ തീമുണ്ട്. ലാവൻഡർ, ഗ്രേ, യെല്ലോ ആണ് വീട് മുഴുവൻ ഫ്ലോ ചെയ്യുന്ന. അതെ അതെ. പിന്നെ മെയിൻ ഡെക്കർ എന്ന് പറഞ്ഞാൽ ഫോട്ടോസ് ആണ്. ഞങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഞങ്ങളാണ് മോഡൽസ് ആ പിക്ചേഴ്സിൽ. അതെ അതെ, ഞങ്ങളുടെ തന്നെ ഫോട്ടോസ് ഹൈ ക്വാളിറ്റി വിനൈൽ പ്രിന്റ് എടുത്ത് ഓരോ മെയിൻ വാളിലും വെച്ചിട്ടുണ്ട് വീട്ടിൽ. വെഡിങ് ഫോട്ടോസോ അതോ ഫാമിലി ഫോട്ടോ? ഞങ്ങൾ ഇതിനു വേണ്ടി സെപ്പറേറ്റ് പോയി ഫാമിലി ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, പോർട്രേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ്, ഞങ്ങളുടെ സിബ്ലിങ്സ്. അതെ 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 അതെ. അത് വലിയ ഐ മീൻ ഫോട്ടോഗ്രാഫി എനിക്ക് തോന്നുന്നു വളരെയധികം പ്രാധാന്യമുള്ള ടൈമാണ്. സെൽഫീസും ഏത് രീതിയിലും ഫോട്ടോസ് എടുക്കുന്ന ഒരു കാലഘട്ടം. അതെ അതെ. ഞങ്ങളുടെ വീടുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞങ്ങളുടെ ലൈഫ് ഡ്രോയിങ് റൂമിലും ഒക്കെ ഫോട്ടോസിനാണ്. അതെ അതെ, എല്ലാ റൂമിലെ മെയിൻ വാൾസിൽ ഫോട്ടോസ്. പെയിന്റിംഗോ വല്ലതും ചെയ്യും? ഗ്ലാസ് പെയിന്റിങ്സ് ചെയ്യും. അതെ, ഗ്ലാസ് പെയിന്റിങ്സ് ചെയ്യും. അത് എന്റെ വീട്ടിൽ ഒരു വാളിൽ നിറച്ചും എന്റെ ഗ്ലാസ് പെയിന്റിംഗ് അങ്ങനെ പഠിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, ഒന്നിനും കോഴ്സ് അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ ശരിക്കും സൂര്യയുടെ ഭവനത്തിലോട്ട് വരികയാണെങ്കിൽ സൂര്യയുടെ ഒരു ക്രിയേറ്റിവിറ്റി ആണ്. ക്രിയേറ്റിവിറ്റി ഗാലറി എന്ന് തന്നെ പറയാം അല്ലേ, പിന്നെ ഹബ്ബ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ, സൂര്യയുടെ തന്നെ സോൺ അല്ലേ. ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തു ഇന്റീരിയർ ഡിസൈനിങ്. കിച്ചണിലോട്ട് ചെന്നാലും സൂര്യയുടെ സോണാണ്. അതെ അതെ, കിച്ചണിൽ എന്റെ ജോവാൻസ് കിച്ചന്റെ ഒരു ഫ്രെയിം ഉണ്ട്, ഞാൻ ചെയ്ത കേക്സിന്റെ ഒരു ഫ്രെയിം ഉണ്ട്. എല്ലാത്തിലും ഒരു സൂര്യ ടച്ച് ഉണ്ട്. അങ്ങനെ എന്റെ എന്ത് ചെയ്താലും അതിലൊരു എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം, ഒരു ലേബിൾ വരുന്നത്. അങ്ങനെ ആഗ്രഹമുണ്ട്, അങ്ങനെ ചെയ്യുന്നു. ഗാർഡനിങ്ങിലും ഉണ്ടോ? ഗാർഡനിങ് സ്ഥലമില്ല, എറണാകുളമാണ്, ചെറിയ വീടാണ്. ബാൽക്കണിയിൽ ഭയങ്കര വലിയ ഗാർഡൻ അല്ല, വരാന്തയിലും ഗാർഡനിങ് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ബാൽക്കണി ഇപ്പം 3 മാസമായുള്ളൂ വീട് വെച്ചിട്ട്. അപ്പം ബാൽക്കണി സെറ്റപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അങ്ങനെ ബാത്റൂംസിലും അല്ല മറ്റേ ഡ്രോയിങ് റൂമിലും എല്ലാ സ്ഥലത്തും ആ ഒരു കളർ എല്ലാം. പിന്നെ വേറെ മെയിൻ ഹൈലൈറ്റ് സ്റ്റെപ്പ് വാൾ ഉണ്ട്. ആ സ്റ്റെപ്പ് വാളിൽ ഒരു ഫാമിലി ട്രീ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 2 ബ്രാഞ്ച് ഉള്ള ഒരു മെയിൻ ബ്രാഞ്ചിൽ നിന്ന് 2 ബ്രാഞ്ച് വരിക. അതിൽ ആദ്യത്തെ ബ്രാഞ്ച് എൻ്റെ ലൈഫ് സൈക്കിൾ, അതായത് എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് ടിൽ നൗ. ആൻഡ് സെക്കൻഡ് ബ്രാഞ്ചിൽ ഹസ്ബൻഡിൻ്റെ ലൈഫ് സൈക്കിൾ, അതായത് കറസ്പോണ്ടിങ് സ്റ്റേജസിലുള്ള ഫോട്ടോസ് വന്ന് മെയിൻ ബ്രാഞ്ചിൽ ഞങ്ങൾ മാരേജ്. അങ്ങനെ ഒരു തീമുണ്ട്. അത് ശരി. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഡിസൈൻ ചെയ്യുന്നത്. അതാണ് ഏറ്റവും നല്ല ഒരു ഹൈലൈറ്റ്. ഡ്രോയിങ് റൂമിൽ നിന്ന് സ്റ്റെപ്പ് വാള് കാണുമ്പോഴത്തേനും അതാണ് ഏറ്റവും നന്നായിട്ട് എടുത്ത് കാണിക്കുന്നത്. ആ വാളില് ഈ 3 കളേഴ്സാണ്. അപ്പം വാൾ കളർ ലാവൻഡർ ആണ്, ബ്രാഞ്ചസ് ഗ്രേ ആണ്, പിന്നെ അതിൽ 2 ബേർഡ്സ് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും സൂചിപ്പിക്കാൻ. അത് യെല്ലോ ആണ്. ഒരു സ്റ്റോറി ഉണ്ട് അതിൽ. വീട് തന്നെ ഒരു സ്റ്റോറി ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സ്റ്റോറി പോലെയാണ് വീട്ടില്. ശരി. അപ്പൊ ഇപ്പൊ എന്തായാലും സ്റ്റോറി ബിഗിൻ ചെയ്തിട്ടേ ഉള്ളൂ, ലൈഫ് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? വെരി ഗുഡ്. അപ്പൊ എന്തായാലും എല്ലാ നന്മകളും വരട്ടെ, എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ഐ ഓൾസോ വിഷ്. പിന്നെ അതല്ലാതെ ഇന്റീരിയർ ഡിസൈനിങ് അല്ലാതെ വേറെ സംഗീതം അങ്ങനെ കലാപരമായിട്ട് ഡാൻസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഡാൻസ് പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ പോയിട്ടുണ്ട്. ഗ്രൂപ്പ് ഡാൻസ്, തിരുവാതിരകളി. ഇപ്പോഴും ഓഫീസിലൊക്കെ തിരുവാതിരയൊക്കെ കളിക്കാറുണ്ട്. അതെ. അപ്പം ക്ലാസിക്കൽ ഡാൻസസ് പഠിച്ചിട്ടുണ്ടോ? മോഹിനിയാട്ടം കുറച്ച് പഠിച്ചിട്ടുണ്ട്.
അവിടെ തൊടുപുഴ വെച്ച്? അല്ല, ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ബാംഗ്ലൂർ വെച്ചിട്ട് അവിടെ വെച്ച് പഠിച്ചു. ഡാൻസിലും അപ്പോൾ താല്പര്യമുണ്ട്. എല്ലാ മേഖലയും ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ട്. അത് ഭയങ്കര നല്ലതാണ്. തീർച്ചയായിട്ടും അത് വളരെ നല്ല. അപ്പം ഇന്റീരിയറിന്റെ അപ്പം അതിന്റെ കോഴ്സ് വല്ലതും ചെയ്യാൻ താല്പര്യമുണ്ടോ? ഡിസൈനിങ് താല്പര്യമുണ്ട്, കാരണം ഐഡിയാസ് ഉണ്ട് എനിക്ക്. അപ്പം അതൊന്ന് നർച്ചർ ചെയ്തെടുക്കണം. അപ്പം കേക്ക്സും ഇതും എല്ലാം ഫൈനലി ഒരു ക്രിയേറ്റീവായിട്ട് എൻ്റെ ഇൻട്രസ്റ്റിനുള്ള ഒരു ഫീൽഡിൽ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ശരി. അപ്പൊ ഫൈനലി ഒരു ബുട്ടീക്കോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് അല്ലേ? ഫാമിലി എല്ലാം അതിന് സപ്പോർട്ടാണ്. അതുകൊണ്ട് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഫാമിലിയും കരിയറും കൂടെ ഒരുമിച്ച് പോയാൽ തന്നെ അതൊരു സക്സസ് ആവുള്ളൂ അല്ലേ? അതെ, ഫാമിലിയുടെ സപ്പോർട്ട് നന്നായിട്ട് വേണം. അതെ, എൻ്റെ ഹസ്ബൻഡാണ് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ അതിൽ വല്ല താല്പര്യമുണ്ടോ? സോഷ്യൽ വർക്കിലും ഇൻട്രസ്റ്റഡ് ആണ്. ആൾക്കാർക്ക് നോളജ് പറഞ്ഞു കൊടുക്കാനും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെ മോട്ടിവേറ്റ് ചെയ്യാൻ. അതെ, അവർക്ക് ഇപ്പൊ തീർച്ചയായിട്ടും ക്രിയേറ്റിവിറ്റി ഉള്ളതുകൊണ്ട്, ക്രിയേറ്റീവ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അതിൽ ആ ഏരിയയിൽ ശരിക്കും ഫോക്കസ് ചെയ്യാം. സ്ത്രീകളെ അതിൽ എംപവർ ചെയ്യാം, ഐഡിയാസ് ഒക്കെ അല്ലേ? അപ്പം അത് സോഷ്യൽ വർക്കിലും അപ്പോൾ നല്ലൊരു സ്കോപ്പ് ഉള്ളതാണ്. കാരണം ക്രിയേറ്റീവ് പേഴ്സൺസിന്റെ ശരിക്കും ഇപ്പോൾ ഇന്നത്തെ ഒരു നീഡ് ഓഫ് ദ അവർ അതാണ്. ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ഒറിജിനൽ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നത്. ആരുടെയും അല്ല, എല്ലാവരുടെയും കോപ്പി ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ തന്നെ ഒരു യുണീക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആവുക എന്ന് പറഞ്ഞാൽ അല്ല, ഇറ്റ് ഈസ് റിയലി സംതിങ് ഗ്രേറ്റ്, റിയലി റിമാർക്കബിൾ. ജോയാൻസ് കേക്ക്സ് പേര് വരാൻ കാര്യം എൻ്റെ ഹസ്ബൻഡ്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹസ്ബൻഡ് ടിജോ, പുള്ളിക്ക് ഫുൾ സപ്പോർട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ ബാപ്റ്റിസം നെയിംസ് ചേർത്താണ് ജോയാൻസ് ഉണ്ടാക്കിയത്. അതെ, ജോസഫും അന്നയും. അതെ, പുള്ളിയും കൂടി ഇരിക്കട്ടെ, സോപ്പിട്ട് വെച്ചേക്കാം. അപ്പൊ ആ പേരിലും ഹസ്ബൻഡിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതെന്തായാലും തുടർന്നും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ജോയാൻസ് എന്ന പേര് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ നന്ദി സൂര്യ, ഞങ്ങളുടെ ഷോയിലോട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.